His name? Sigan. Sigan. Your name? Sigan. Bernadetta. Bernadetta. Okay. My name Faiz. Faiz? Yeah. Okay. 1 year back I started from India. This is 22nd country. 22. സൈക്കിള് 22. ഞാൻ റൂമിൽ കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെ സൈക്കിള് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ കൈസിൻ്റെ റൂമാണിത്. കൈസ് നാട്ടിൽ പോയി, എന്നിട്ട് റൂമിൽ എന്നോട് പറഞ്ഞു ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 250 കിലോമീറ്റർ ഉണ്ട് വാർസോയിലേക്ക്. ഹൈവേ അതാ അപ്പുറത്തൂടെ പോകുന്നുണ്ട് ഹൈവേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ പോളണ്ടിലെ ക്രാക്കോവിലാണുള്ളത്. ഇവിടുന്ന് വാർസോവിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട് വാർസോവിലേക്ക്. 3 ദിവസം കൊണ്ട് വാർസോവിലെത്താനാണ് പ്ലാന്. ഞാൻ താമസിച്ച റൂം ഇതാട്ടോ, നല്ല അടിപൊളി റൂമാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവം ഇതാണ്. ഈ വിൻഡോ കണ്ടോ? നമ്മൾ സാധാരണ ചുമരിലാണ് വിൻഡോ കാണാറ്, ഇത് റൂഫിലാണ് വിൻഡോ കാണുന്നത്. അതെനിക്കൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇത് ഏറ്റവും ടോപ്പിലാണ്. ടോപ്പിൽ ഇവരൊരു സെറ്റപ്പ് ആക്കിയതാണ്, റൂം പോലെ ആക്കി മാറ്റിയതാണ്. ഇവിടെ കിച്ചൺ ഉണ്ട്. ഇതാണ് കിച്ചൺ. സൈക്കിള് ഞാൻ റൂമിൽ കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെ സൈക്കിള് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ കൈസിൻ്റെ റൂമാണിത്. കൈസ് നാട്ടിൽ പോയി, എന്നിട്ട് റൂമിൽ എന്നോട് പറഞ്ഞു ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിൻഡോ ആണ്, സ്പെഷ്യൽ വിൻഡോ ആണ്. നമ്മൾ നാട്ടിലുള്ളവർ ഇങ്ങനത്തെ വിൻഡോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ സംഭവം അടഞ്ഞ്. എന്നിട്ട് ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനമുണ്ട്, വലിച്ചിട്ട് അവിടെ കൊളുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ഇരുടായി. അതല്ല, ലൈറ്റ് അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് ആക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ പകുതിയായി. അതേപോലെ അത് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് ഞാൻ മഴ പെയ്താൽ വെള്ളമൊക്കെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ഫുൾ ടൈം അടച്ചിടണം. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ അൺപ്രഡിക്റ്റബിളാണ്. ഏത് സമയവും മഴ പെയ്യാം, ഏത് സമയവും മഞ്ഞ് വീഴാം, അതൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ക്രക്കാവ് റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഇതിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിച്ചത്. ഒന്നുമില്ല, ഒരു 1/2 കിലോമീറ്റർ ദൂരെ. നമുക്ക് ഏത് വഴിയാണ് പോകണ്ടേ? ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ താഴെ കൂടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആരോ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, നല്ല എക്കോ വരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ആരോ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓരോ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയാട്ടാ. തൽക്കാലം ഇതൊന്നും വാങ്ങിക്കാം. ഇവിടെ ബ്രെഡില്ല. വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കിട്ടുമോ നോക്കുന്നു. സൺഡേ ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ക്രോയ്സൻ്റ് വാങ്ങാം. ക്രോയ്സൻ്റ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴി കേട്ടോ. ഞാൻ കുറേ നേരം തപ്പി നടക്കുന്നത് ഏതാ എവിടെ വഴിയെന്ന് അറിയില്ല. അള്ളാഹ്ക്കറിയാം ഈ വഴിക്ക് പോയാൽ അടുത്തോന്ന്. എന്തായാലും പോയോക്കാം.
എപ്പോഴും വിചാരിക്കുക ഇനി മേലാൽ സൈക്കിൾ ട്രാക്ക് സെലക്ട് ചെയ്യരുത് ഗൂഗിൾ മാപ്പിൽ. ഒരു 10 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വന്നു. ഇപ്പോൾ കാറിൻ്റെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിൾ ട്രാക്ക് കുറേ റോഡുമൊന്ന് കുറേ വിട്ടിട്ടൊക്കെ ആയിരിക്കും. അത്യാവശ്യം നല്ല ക്ലൈമ്പും. ഇതാകുമ്പോൾ കുറച്ച് ക്ലൈമ്പിന് വ്യത്യാസം ഉണ്ടാവും. മറ്റേ കാടായിരിക്കും. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സിറ്റീസ് കിട്ടും. പോളണ്ടിൻ്റെ കാഴ്ചകളാണ്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നാണ് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞത്. പക്ഷേ പോളണ്ട് അടിപൊളിയാണ്. ഇവിടുത്തെ ആളുകളും അടിപൊളിയാണ്. സൂപ്പറാ. ഒരു സൂപ്പർ മാർക്കറ്റും തുറന്നിട്ടില്ല. ഇവിടുത്തെ ഒരു റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഓണർക്ക് തുറക്കാം, ലേബേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. ശനി ഞായർ തീരെ വർക്ക് ചെയ്യില്ല. അഥവാ സൂപ്പർ മാർക്കറ്റ് തുറക്കണമെങ്കിൽ അതിൻ്റെ ഓണർക്ക് വന്നിരുന്ന് തുറക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈൻ. അതുകൊണ്ട് ചെറിയ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ഓണർ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു നോക്കാം. ഇവിടെയുള്ള ആളുകൾ ഞായറാഴ്ചയൊന്നും തിന്നില്ലേ, തിന്നാൻ കിട്ടാതെ ഇടങ്ങറായി പോവല്ലോ. ഇവിടെ ഒരു മാർക്കറ്റ് ദിസ് ഓൾസോ ക്ലോസ്ഡ്. കിട്ടി. ഇവിടെ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട്. ഭാഗ്യം. ബ്രെഡ് വാങ്ങിക്കണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല കഴിക്കാൻ. ഇത് ഓപ്പണാ. ഒരു ജനവാസവും ഇല്ലാത്ത സ്ഥലമാണല്ലോ പഠിച്ചോനെ. ഗൂഗിൾ മാപ്പിൽ ഷോർട്ട് വഴി എടുത്തതാണ്. ഇതാണ് സ്ഥലം. കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റിൽ വിൻമിൽ, എന്താ പറയുക അതിന് മലയാളത്തിൽ, വിൻമിൽ. ഇവിടെ ഒന്നുണ്ട്, പക്ഷെ അത് തിരിയുന്നില്ല, ചുമ്മാ നിൽക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടുള്ള, അത് തിരിച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിരിയും. എൻ്റെ ബ്ലേഡിൻ്റെ അറ്റം കണ്ടോ? ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസൊക്കെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ മുകളിലൊക്കെ ആരെങ്കിലും കയറുമോ? അല്ലാ, ഇതാണ് സ്ഥലം. അടിപൊളി. ഇനി 250 കിലോമീറ്റർ ഉണ്ട് വാർസോയിലേക്ക്. ഹൈവേ അതാ അപ്പുറത്തൂടെ പോകുന്നുണ്ട്. നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ പറ്റില്ല. നമുക്കിങ്ങനെയുള്ള ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലൂടെയുള്ള, എന്താ പറയുക, നമുക്കിങ്ങനെ കുന്നിൻ്റെ മുകളിലൂടെയുള്ള റോഡിലൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ സൈക്കിളിന്. ഹൈവേ പറ്റില്ല. കളീന എന്താ വായിക്കുക, അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളാ വായിച്ചോ. ഇവിടേക്കുള്ള സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് മൊത്തം കൺഫ്യൂസ്ഡാണ്. പിന്നെന്താണെന്നറിയില്ല, നായകൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് ദൂരെ കൂടെ പോകണമെങ്കിലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നന്ദി പ്രകടിപ്പിക്കും. വില്ലേജ് എന്നുണ്ടെന്ന് കാര്യമില്ല, നല്ല സെറ്റപ്പാണ്, നല്ല നീറ്റാണ്, നല്ല അടിപൊളിയാണ്. അവിടെ കുറേ കാറ്റാടിയിട്ടുള്ള നല്ല
കൂരിട്ടാണ്, കറുത്ത കാട്. അയ്യോ അടിപൊളിയാ. രാത്രി ഇവിടെ അങ്ങനെ പെട്ടാ കുടുങ്ങി. യെസ്. Village. Hi. Hi. ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യും, ചിലർ റെസ്പോണ്ട് ചെയ്യില്ല. ഇവർ റെസ്പോണ്ട് ചെയ്തു. ഇതൊക്കെ പക്കാ വില്ലേജ് കേട്ടോ. പക്കാ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ചെറിയൊരു സ്ഥലം, അവിടെ ഒരു 4-5 വീടുകൾ, പിന്നെ കുറേ ദൂരം ഒന്നും ഉണ്ടാവില്ല. ചെറിയ കൃഷിക്കാരവരൊക്കെ. ഇവിടെ മൊത്തം കൃഷി സ്ഥലം, വേറെ ഒന്നുമില്ല. എനിക്കൊരാളെ കാണാൻ കിട്ടിയാലേ ഒരു സമാധാനം ഉണ്ടാവുകയാണ്. ഒരൊറ്റ മനുഷ്യനില്ല. ഒന്നും സംസാരിക്കാനല്ല, ഒന്ന് കണ്ടൊരു ഹായ് പറയുകയും ചെയ്യാം. ഒരാൾ പോലും ഏരിയയിലൊന്നുമില്ല. ചുമ്മാ കുറച്ച് വീടുകൾ, 2 ആളുകളുണ്ട്. പക്ഷെ ഒരു വീടിൻ്റെ ഉള്ളിലാണ്. ബ്രെഡും പീനട്ട് ബട്ടറും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ ഒരു ജ്യൂസും ഉണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. നാളത്തെ ഫുൾ ഫുഡുമാണിത്. നാളെയും കൂടി ഒപ്പിക്കണം, ഇന്നും മറ്റന്നാൾ ഉച്ചവരെ. നല്ല ക്ലൈമറ്റ്. പോകുന്നിടത്തോളം പോവാം, എന്നിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് താമസിക്കാം. അടിപൊളി സ്ഥലം. 4 മണി കഴിഞ്ഞു. മഴക്കാറിങ്ങനെ കാണുന്നുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. ഇന്ന് ഏകദേശം 110 കിലോമീറ്റർ ഓടിപ്പോ. ഇനി പോവാം, പോകുന്നിടത്തോളം പോട്ടെ. പിന്നെ വാട്സാപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമല്ലോ. 2 സൈക്ലിസ്റ്റുകൾ മുമ്പിലുണ്ട്. ക്രക്കോവിലുള്ളതാണ്, പോളണ്ടുകാരാണ്. പക്ഷെ വലിയ റെസ്പോൺസ് ഇല്ല, ഫ്രണ്ട്ലി അല്ല. ഞാൻ രാവിലെ കണ്ട് ഞാൻ അങ്ങോട്ട് കുറേ സംസാരിച്ച, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ അവരങ്ങോട്ട് പോയി മുമ്പിൽ. ഇപ്പം ഞാൻ വീണ്ടും കണ്ടു. അവർ പോട്ടെ, അവരും ടെൻ്റ് അടിച്ചിട്ട് എവിടെയാണ് താമസിക്കാൻ നോക്കട്ടെ. അവരെവിടെ താമസിക്കുന്നത് ഞാൻ ചോദിച്ചു അവരോട്. അറിയില്ല, നോക്കാം. മൊത്തം കാടാ, ഒന്നുമില്ല ഇവിടെ. നല്ല കൊടും കാട്. ഇവിടെ ഒന്നും ടെൻ്റ് അടിക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചാൽ ചിലപ്പോൾ രാവിലെ ജീവനോടെ കാണില്ല. ഓക്കെ, സേഫായിട്ടുള്ള സ്ഥലം നോക്കാം. പിന്നെ ഏകദേശം ഒരു 125 കിലോമീറ്റർ യാത്ര ചെയ്തു. തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സമയം 5:15. കുറച്ചും കൂടി പോയായിരുന്നു, പക്ഷേ ഞാൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി പോയാൽ എനിക്ക് തോന്നുന്നു ഇനി കാടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ആളുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പെർമിഷൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം. ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ
ഈ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹായ്. ഹിസ് നെയിം Tsigan. സിഗാൻ. യുവർ നെയിം? Tsigan. Bernadetta. ബെർണാദത്ത. ഓക്കെ. മൈ നെയിം ഫൈസ്. Faiz. യാ. Okay. 1 year back I started from India. This is 22nd country. 22. 22. Yeah. 22 kraje. Nie Polish. Polish. Yeah. Next Germany, Warsaw. Then Berlin. Oh. And France. Yeah. Yes? All European country. Then final London. Is this your property? Yes. Okay. Is it My and my father. father? Is this your father? Yes. Okay. Is that your house? Yes. Okay. Thank you. I will sleep here, no problem. Maybe B problem. Problem? സ്ഥലത്തിൻ്റെ മുതലാളിച്ചാണ് പോകുന്നത്. വന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ വീടാണത്. ആ കാണുന്നതാണ് അവരുടെ വീട്. നേരത്തെ വന്നിട്ട് പെർമിഷൻ തന്നത് അവരുടെ മകളായിരുന്നു. ഇപ്പോൾ അവർ ഫാദറും മദറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്നു നോക്കി. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ടെൻ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചെയറുണ്ട്, ടേബിളുണ്ട്, ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഡിന്നർ കഴിക്കാം. 6:15 ഡിന്നർ കഴിക്കാം. എന്നാൽ പിന്നെ ആ പണിയൊക്കെ തീർക്കാമല്ലോ. ഇവിടെയാണ് ക്യാമ്പ് ചെയ്തത്. അതാണ് ഓണറുടെ വീട്. ഓണർ ഇവിടെ തേനീച്ചൻ്റെ കൂട്ടിൻ്റെ അടുത്താണുള്ളത്. തേനെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയാൽ എനിക്ക് ചിലപ്പോൾ കുത്തു കൊടുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.